എല്ലാ ദൈവദാസന്മാർ, സഹോദരി സഹോദരന്മാർ, യോഗൻ, കർത്തൃദാസി, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. വിശേഷാൽ ഇന്ന് ആത്മീക ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത ബ്രദർ ഫിന്നി ഞാൻ വന്ദനം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വിഷയം നമ്മൾ ഒരുമിച്ച് ചില ആഴ്ചകളായിട്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മുടെ റോൾ മോഡൽ. നമ്മുടേത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ പാപത്തിൽ നിന്നും കർത്താവിൻ്റെ കൃപയാൽ നമ്മളെ കർത്താവ് വീണ്ടെടുത്തു. സുവിശേഷ സത്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാകുവാൻ ദൈവം നമ്മുടെ മേൽ കാണിച്ച കരുണയും കൃപയും ഓർത്ത് ദൈവത്തിന് നമ്മൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യണം. എല്ലാ ദിവസവും അത് ഓർക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം. അവിടുന്ന് നമ്മളോട് കരുണ കാണിച്ചു എന്ന് പറഞ്ഞാൽ അർഹമായത് അവിടുന്ന് തന്നില്ല. അവിടുന്ന് നമ്മുടെ മേൽ കൃപ ചൊരിഞ്ഞു, അർഹിക്കാത്തത് നമുക്ക് തന്നു. ഈ വലിയ രക്ഷയോർത്ത് എന്നും ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അങ്ങനെ രക്ഷിക്കപ്പെട്ടവരെ കുറിച്ചുള്ള ദൈവഹിതം എന്താണ്? പലപ്പോഴും രക്ഷിക്കപ്പെട്ടു, അടുത്തത് സ്നാനപ്പെടുകയാണ്. അത് കഴിഞ്ഞിട്ടോ അതിനെക്കുറിച്ച് പലപ്പോഴും വേണ്ട നിലയിൽ പലയിടങ്ങളിലും പഠിപ്പിക്കാറില്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ അവിടെയാണ് അല്പസമയം നിന്ന് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നത്. തിയോളജിക്കലി പറയുമ്പോൾ വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു. വിശുദ്ധനായ ദൈവം പാപികളായ നമ്മളെ കുറ്റവിമുക്തരായി പ്രഖ്യാപിച്ചു. അതിനുശേഷം എന്താണ്? അതിനുശേഷം വിശുദ്ധീകരണം ഒരു പ്രോസസ്സാണ്. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാകുക എല്ലാ ദിവസവും നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് നമ്മുടെ മരണ ദിവസം വരെ നടക്കേണ്ടതാണ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ രണ്ടാം വരവ് വരെ. അപ്പോൾ ആ ഭാഗമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ ടെക്സ്റ്റായിട്ട് എടുത്തിരിക്കുന്നത് ആദ്യത്തെ ഇൻട്രൊഡക്ടറി നമ്മുടെ ധ്യാനമൊക്കെ കഴിഞ്ഞ് ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ എടുത്തിട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കൽ നമ്മൾ ഇതുവരെ വന്നിട്ടില്ല. അവിടുത്തെ പ്രതികരണങ്ങൾ, അവിടുത്തെ ജീവിത ശൈലി നമ്മളൊന്ന് ചിന്തിച്ചു വരികയാണ്. ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ ചിന്തയിൽ ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 13 വചനങ്ങളിൽ പിശാച് മരുഭൂമിയിൽ കർത്താവിനെ നേരിട്ട് പരീക്ഷിച്ചു. അതിൽ 3 പ്രധാനപ്പെട്ട പരീക്ഷകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പരീക്ഷകളെ കർത്താവ് ആത്മാവിൻ്റെ ശക്തിയോടെയും ദൈവത്തിൻ്റെ വചനത്താലും അവിടുന്ന് ജയിച്ചു. ഇന്ന് 14-15 വാക്യങ്ങളാണ് ഞാൻ ആദ്യം വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. എന്നിട്ട് പിന്നെയും നിങ്ങളെ ലൂക്കോസിൻ്റെ ആ വിഭജനം ഒന്ന് പ്രാരംഭത്തിൽ കൊണ്ടുവന്നിട്ട് 14-15 വാക്യങ്ങളിലെ 1-2 പ്രയോഗങ്ങൾ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ഉദ്ദേശം, നമ്മൾ നീങ്ങുന്ന ഗോൾ എന്ന് പറയുന്നത് വി വോണ്ട് ടു സീ ജീസസ്. ഹൗ ഡിഡ് ഹി ലിവ് ആൻഡ് മിനിസ്റ്റർ ഇൻ ഹിസ് ഹ്യൂമാനിറ്റി. അവിടുന്ന് 100% ദൈവമാണ്, അവിടുന്ന് 100% മനുഷ്യനാണ്. മനുഷ്യത്വത്തിൽ അവിടുന്ന് എങ്ങനെ ശുശ്രൂഷിച്ചു, എങ്ങനെയാണ് ജീവിച്ചത് എന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അങ്ങനെയാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കളും ജീവിക്കേണ്ടത്
അതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം എന്ന് നമുക്ക് ബോധ്യമാകും. എന്നിട്ട് നാം ദൈവത്തിൽ പ്രാർത്ഥിക്കുക. അവിടുത്തെ ആത്മാവിനാൽ അങ്ങനെ ജീവിപ്പാൻ ദൈവം തീർച്ചയായിട്ടും നമ്മൾക്കും കൃപ പകരും. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അവന്റെ സ്തുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. എല്ലാവരും അവനെ പ്രശംസിച്ചു. അപ്പൊ ഇതിലേക്ക് നമ്മൾ വരുമ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ 1-2 വട്ടമെങ്കിലും ഞാൻ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് തന്നിരുന്നു. അതിൽ ഒന്നാമത് 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 4-13 വരെ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ഒരുക്കമാണ്. അവിടെയാണ് നമ്മൾ ഇതുവരെ നിന്നത്. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ നമ്മുടെ മെഡിറ്റേഷൻ നമ്മൾ പൂർത്തീകരിക്കുവാൻ ഇടയായി തീർന്നത്. അപ്പൊ അവിടെ എന്തൊക്കെ സംഭവങ്ങളാണ് പ്രധാനമായിട്ട് ഉള്ളത്? ചിലത് ഒക്കെ നമ്മൾ ചിന്തിച്ചില്ല, ചിലത് മാത്രമേ ചിന്തിച്ചുള്ളൂ. 1-ാം അധ്യായത്തിൽ ശരിക്കും ഗബ്രിയേൽ മാലാഖ മറിയത്തോട് യേശുവിൻ്റെ ജനനം മുൻകൂട്ടി അറിയിക്കുകയാണ്. 2-ാം അധ്യായത്തിലെ വിഷയം യേശുക്രിസ്തുവിൻ്റെ ജനനവും യേശുക്രിസ്തു ഒരു ബാലനായിട്ടുള്ള അനുഭവങ്ങളാണ്. അവിടെ നമ്മൾ കുറച്ച് സമയമെടുത്ത് ചിന്തിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് ഏകദേശം 30 വർഷം വരെ നസ്രേത്ത് എന്ന ഗലീലയിലെ ഒരു ടൗണിൽ, ആ ടൗണ് അത്ര പ്രസക്തിയുള്ള ഒരു ടൗൺ അല്ല എന്നുള്ളത് നമുക്കറിയാം. അവിടെയാണ് കർത്താവിൻ്റെ ആദ്യത്തെ 30 years വാസ്തവത്തിൽ ഒബ്സ്ക്യൂരിറ്റിയിൽ, അങ്ങനെ പ്രധാനമായിട്ട് കർത്താവിനെ അറിയാതെ ഒരു സാധാരണക്കാരനായി കർത്താവ് അവിടെ ജീവിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നത്. കർത്താവിൻ്റെ അമ്മ മറിയത്തോടും പിതാവ് ജോസഫിനോടും എന്ന് ഞാൻ പറയുമ്പോൾ വിതിൻ ബ്രാക്കറ്റ്സ് ജോസഫിനാൽ അല്ല യേശുക്രിസ്തുവിൻ്റെ ജനനം. He was conceived by the power of the Holy Spirit. എന്നാൽ ജോസഫ് വാസ് ദി ലീഗൽ ഫാദർ എന്ന് വേണേൽ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെയാണ് അറിയപ്പെട്ടത്. ഇതൊക്കെ ഞാൻ ഇത്രയും വിശദീകരിക്കുന്നത് ഏതെങ്കിലും ഒരു കോമായിക്ക് തെറ്റ് വന്നാൽ പിന്നെ അവത്തെ കയറി പിടിക്കും. അതുകൊണ്ട് ഞാൻ അത് അങ്ങ് വിശദീകരിക്കുകയാണ്. 12-ാമത്തെ വയസ്സ് കഴിഞ്ഞ് ജോസഫിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ സുവിശേഷങ്ങളിൽ ഇല്ലാത്തത് കൊണ്ട് ചില വേദപണ്ഡിതന്മാർ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു പക്ഷെങ്കിൽ മരിച്ചു കാണും എന്നതാണ്. അങ്ങനെയാണെങ്കിൽ തുടർന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ് ജോസഫ് ചെയ്ത ആ തൊഴിൽ ചെയ്ത് കുടുംബത്തെ സംരക്ഷിച്ചത്. ബാലനായിരിക്കുമ്പോൾ ലൂക്കോസ് 2-ന്റെ 40-41 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിലാണ് ഒരു പ്രത്യേക സംഭവം എഴുതിയിരിക്കുന്നത്. 52-ാമത്തെ വാക്യത്തിൽ യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. 12-ാം വയസ്സിൽ നമ്മൾ കർത്താവ് ദേവാലയത്തിൽ വലിയ വേദശാസ്ത്രികളുമായി സംഭാഷണം ചെയ്യുന്നത്, ദൈവവചനം ചർച്ച ചെയ്യുന്നതൊക്കെ നമ്മൾ ചിന്തിച്ച് പഠിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ കർത്താവിൻ്റെ ബാലനായിരിക്കുന്ന അനുഭവങ്ങൾ മറ്റ് ഒരു പരാമർശങ്ങളൊന്നുമില്ല. ഇവിടെ ഈ വേദഭാഗത്ത് കാണുന്നത് മാത്രമേ ഉള്ളൂ. ഇതിന് ശേഷം നമ്മളിപ്പോൾ ആ പ്രിപ്പറേഷൻ ഓഫ് ദ മിനിസ്ട്രി എന്നുള്ളത് വളരെ ദൈവമക്കൾ ശ്രദ്ധിക്കണം. വിശേഷാൽ കർത്തൃദാസന്മാരോടുള്ള എൻ്റെ അഭ്യർത്ഥന ഇത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണമെന്നുള്ളതാണ്.
ഇതിന് ശേഷം നമ്മൾ കാണുന്നത് ലൂക്ക് 3:21-23 കർത്താവ് യോർദാനിൽ കടന്നു വന്ന് ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുന്നു. സ്നാനമേറ്റ് പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്വർഗം തുറക്കുന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ കർത്താവിന്റെ മേൽ കടന്നു വരുന്നു, എംപവർ ചെയ്യുന്നു. ശുശ്രൂഷ എല്ലാവർക്കും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ ശുശ്രൂഷകൾ വ്യത്യസ്തമാണ്, പക്ഷേ എല്ലാവർക്കും ബോഡി ഓഫ് ക്രൈസ്റ്റിൽ ഒരു ശുശ്രൂഷ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നയാളാണ്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം കാണുന്നത്, ഇത് ഏകദേശം 30 വയസ്സ് കർത്താവിനുള്ള സമയത്താണ് യോർഡനിൽ വരുന്നത്. ലുക്ക് അറ്റ് ജീസസ് ഹ്യൂമിലിറ്റി. മാനസാന്തര സ്നാനം പ്രസംഗിച്ച് മാനസാന്തരപ്പെടുന്നവർക്ക് സ്നാനം കൊടുക്കുന്ന ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ അടുക്കൽ യേശു വരുമ്പോൾ, we all know Jesus is the sinless Son of the Most High God. ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടത്തേക്ക് ഈ സ്നാനം ആവശ്യമാണോ? ഇൻഫാക്ട് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ആദ്യം മടിച്ചു എന്നാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. പക്ഷെ കർത്താവ് നിർബന്ധിക്കുകയാണ്. കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, ഇപ്പോൾ സമ്മതിക്ക് യോഹന്നാനെ, ഇങ്ങനെ സകല നീതി നിവർത്തിക്കേണ്ടത് നമുക്ക് ഉചിതമാണ്. അങ്ങനെ ജോൺ ദ ബാപ്റ്റിസ്റ്റ് കർത്താവിനെ സ്നാനപ്പെടുത്തുക. ഇപ്പൊ നമ്മുടെ ഭാവനയിൽ ഇതൊന്ന് കണ്ടാൽ, പാപികളായ മനുഷ്യരെല്ലാം കൂടെ വരുന്ന സ്ഥലത്ത് ജീസസും ശാന്തമായിട്ട് വന്ന് അവിടുന്ന് നിൽക്കുമ്പോഴേ ഒരു ഓർഡിനറി പേഴ്സണെ പോലെ, ഹി ഈസ് സിൻലെസ്, ഹി ഈസ് ഐഡന്റിഫൈങ് വിത്ത് ഹ്യൂമാനിറ്റി. അവിടെ നിൽക്കുന്ന ആ താഴ്മ നമ്മൾ കണ്ടോ? അവിടുത്തെ ഹൃദയത്തിൽ എന്താണ്? പിതാവ് വെച്ചിരിക്കുന്ന വഴി അതാണെങ്കിൽ ഐ വിൽ ഒബേ ദാറ്റ്. ഇങ്ങനെ സകല നീതി നിവർത്തിക്കേണ്ടത് നമുക്ക് ഉചിതം. നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തു, നിഗളികൾക്കല്ല ശുശ്രൂഷ. We humble ourselves in obedience to God. എന്നിട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് അവിടുന്ന് ലൂക്കോസ് മാത്രം എഴുതിയിരിക്കുന്ന കാര്യമാണ്, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഹോളി സ്പിരിറ്റ് വരുന്നത്. ശുശ്രൂഷയ്ക്ക് മുൻപ് we must be empowered for the task. ഓരോരുത്തരെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ദൈവത്തിന് തൃപ്തികരമാം വണ്ണം അത് നാം പൂർത്തീകരിക്കണമെങ്കിൽ നമ്മുടെ സ്വയബലത്തിൽ നടക്കത്തില്ല. ജീസസിന്റെ ഹ്യൂമാനിറ്റിയിൽ he needed the power of the Holy Spirit and therefore he prayed. എന്താണ് പ്രാർത്ഥിച്ചത്? അവിടെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും മറുപടി നമുക്കറിയാം. he was empowered by the Holy Spirit. അങ്ങനെയാണെങ്കിൽ surely he must have prayed for the anointing. ശുശ്രൂഷിക്കുന്ന എല്ലാവരും ഈ കാര്യം ഗ്രഹിക്കണം. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, 12-ാം വയസ്സിൽ he was saturated with the word of God. ദൈവത്തിന്റെ വചനം ഗ്രഹിച്ച ജീസസ് ഒരു ബാലനായിട്ട് തന്നെ അവിടത്തേക്ക് അറിയായിരുന്നു. പണ്ഡിതന്മാർ അമേസ്ഡ് ആകത്തക്കവണ്ണമുള്ള ജ്ഞാനം ദൈവവചനത്തിൽ അവിടത്തേക്കുണ്ട്. ആ വചനജ്ഞാനം ഹ്യൂമിലിറ്റിയിലേക്കാണ് നയിച്ചത്. ആ വചനജ്ഞാനം പ്രാർത്ഥനയിലേക്ക് നയിച്ചു. അല്ല എനിക്കെല്ലാം അറിയാം, ഞാൻ ശുശ്രൂഷിച്ചോളാം എന്നതല്ല. ഐ നീഡ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആത്മാവ് വന്ന് ശുശ്രൂഷയ്ക്ക് എക്യുപ്പ് ചെയ്യുമ്പോൾ ആത്മാവിന്റെ ശക്തിയോടെ പോയി പറയേണ്ട ദൂത് ദൈവവചനത്താൽ യേശുവിൻ്റെ ഉള്ളിലുണ്ട്. ഇത് വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇവിടെയൊക്കെ മടങ്ങി വരാം. നിങ്ങൾ വേറെ ഒരു ഇൻസ്റ്റൻസ് ഞാൻ കാണിക്കാം. ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ ദൈവമക്കളെ, നിങ്ങൾ 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 24-ാം അധ്യായത്തിലാണ് ജീസസിന്റെ റിസറക്ഷൻ കാണുന്നത്.
44 മുതലുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അതിൽ 47 വാക്യത്തിലാണ് ഗ്രേറ്റ് കമ്മീഷൻ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് അവരോട് പറയുകയാണ്, അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. അതിനാണ് അഭിഷേകം. 49 വാക്യത്തിൽ പറയുന്നു, എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. എന്തിനാണ്? വൈ ഡു യു നീഡ് ദ പവർ? പവർ ഈസ് ടു ടെൽ ദ ഗോസ്പൽ. മാനസാന്തരവും പാപമോചനവുമാണ് പറയേണ്ടത്. കൺവെൻഷനുകളിൽ ഏറ്റവും കുറഞ്ഞിരിക്കുന്ന അതാണ്, അല്ലേ? അഭിഷേകം നമുക്ക് ധാരാളമായി കിട്ടുമ്പോൾ എന്ന് ധരിക്കുന്നു ആളുകൾ. പറയുന്ന ദൂതുകൾ കർത്താവ് ഏൽപ്പിച്ചതല്ല സുവിശേഷ പ്രസംഗങ്ങളിൽ. ഓക്കെ, ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കുമ്പോൾ ശരിക്കും ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇവരെ ആദ്യം കാണുമ്പോൾ ഇവർ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളിലോ ഉയർത്തെഴുന്നേൽപ്പിലോ ഇവർ വിശ്വസിച്ചിരുന്നില്ല എന്ന് 36 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമാകും. ഇൻഫാക്റ്റ് അവർ ഭയപ്പെട്ടുവെന്നും ഇതൊരു ഭൂതമാണെന്ന് അവർ കരുതി അവര് ചഞ്ചലിച്ചു നിൽക്കുക. അപ്പോൾ കർത്താവ് ആദ്യം ചെയ്യുന്ന, കർത്താവിന്റെ കൈയും കാലും അവരെ കാണിക്കുന്നു. നെയിൽ പിയേഴ്സ്ഡ് മാർക്സ്, ഇത് ഞാൻ തന്നെയാണെന്ന് അവരെ ഉറപ്പിക്കുന്നു. എന്നിട്ട് അവരുടെ കൂടെ നിങ്ങൾക്ക് ഇവിടെ ഭക്ഷിക്കാൻ വല്ലതും ഉണ്ടോ, അവരെ ഭക്ഷിച്ച് കാണിക്കുന്നു. അത് പോരാഞ്ഞിട്ട് 44-45 വാക്യങ്ങളിൽ ഈ 24 അധ്യായത്തിൽ ജീസസ് അവരെ ദൈവവചനം പിന്നെയും പഠിപ്പിക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. 3 വർഷം ഏകദേശം ഇവരെ ദൈവവചനം പഠിപ്പിച്ചിട്ടും യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും വേണ്ട നിലയിൽ ഗ്രഹിക്കാതെ ഇരുന്ന ആളുകളെ ഉയർത്തെഴുന്നേറ്റ ശേഷം ദൈവവചനം പഠിപ്പിച്ചു. എന്താ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നതെന്ന് പറയാം. ദൂതറിയാത്തവൻ എന്തിനാണ് അഭിഷേകം? പണി ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവനെ പണിക്കുള്ള ശക്തി കൊടുക്കുന്നതല്ല വേദോസം പറയുന്നത്. എന്ത് പണിയാണ് ചെയ്യേണ്ടതെന്നുള്ള ബോധ്യമുള്ളവനും ആ കാര്യങ്ങളെക്കുറിച്ച് അറിയാമെന്നവനാണ് the spirit comes on them. സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് 40 days ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇവരെ പഠിപ്പിച്ചു എന്ന് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽ ചാപ്റ്റർ 1 വേഴ്സ് 1 and 2 എഴുതിയിട്ടുണ്ട്. ആക്ട്സും ലൂക്ക് തന്നെയാണ് എഴുതുന്നത്. ഇനി പഠിപ്പിച്ചു കഴിഞ്ഞിട്ടോ, വെയിറ്റ് 49 വാക്യത്തിൽ, വെയിറ്റ് ഇൻ ജെറുസലേം, you will be endowed with power. See, ജീസസിന്റെ ഈ മാതൃക തന്നെയാണ് നമ്മൾ ശിഷ്യന്മാരുടെ ജീവിതത്തിലും അത് കാണുന്നത്. നിങ്ങൾക്ക് ആ കണക്ഷൻ മനസ്സിലായി എന്ന് ഞാൻ ധരിക്കട്ടെ. അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ പ്രിപ്പറേഷൻ ഫോർ മിനിസ്ട്രി എന്ന തലക്കെട്ടിൽ നമ്മൾ ചിന്തിച്ചിരുന്നു. നമുക്കെല്ലാം ശുശ്രൂഷയുണ്ട്, ബട്ട് ഹൗ ഡു വി ഡു ദിസ്? എന്താണ് ഇതിൻ്റെ, എങ്ങനെയാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്? ഹ്യൂമിലിറ്റിയിൽ ദൈവവചനം അനുസരിക്കുവാനായി ബന്ധപ്പെടുന്ന കർത്താവ്. ആളുകൾ എന്തു പറയും? ഇതൊന്നും കർത്താവിന് വിഷയമല്ല. ഹി ഒബെയ്ഡ് ഹിസ് ഫാദർ. All he wanted to do is to please his father in heaven. സ്നാനപ്പെട്ടു. അങ്ങനെ ഇനി പബ്ലിക് മിനിസ്ട്രിക്ക് he must be endowed with power. പ്രാർത്ഥിച്ചു. The spirit comes on him. എന്നിട്ട് നമ്മൾ കാണുന്നത് അടുത്തത്, അവിടെ വെച്ച് തന്നെ പിതാവിന്റെ അപ്രൂവൽ ഉണ്ട്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്നിട്ട് ആത്മാവ് നടത്തുന്നത് എങ്ങോട്ടാണ്?
to be tested by the devil. ശ്രദ്ധിക്കണം, പേഴ്സണൽ ലൈഫിൽ 40 ദിവസത്തെ ഈ ടെസ്റ്റിങ്ങിൽ ഒറ്റ ആൾ ഇത് ഭൂമിയിൽ കണ്ടിട്ടില്ല. ജീസസിനെ നേരിട്ട് പിശാച് പരീക്ഷിക്കുകയാണ്. പിതാവാം ദൈവം ഇത് കാണുന്നു, വേറെ ലോകത്തിലെ ഒരു മനുഷ്യൻ ഇത് കാണുന്നില്ല. ആ ടെസ്റ്റിങ്ങിൽ പേഴ്സണൽ ലൈഫിൽ പിശാചിന്റെ തന്ത്രങ്ങളെ ഓവർകം ചെയ്യുന്നവനാണ് ശുശ്രൂഷകൻ. അതും കഴിഞ്ഞ മെഡിറ്റേഷൻ ഞാനൊന്ന് സൂചിപ്പിച്ചു. ഈ ടെംപ്റ്റേഷൻ എല്ലാവർക്കുമുണ്ട്, ബിക്കോസ് എല്ലാവരും ശുശ്രൂഷകരാണ്. ഇപ്പോൾ സജീവമായി ശുശ്രൂഷയിൽ ഉള്ളവരും മനസ്സിലാക്കണം, 3 ടെംപ്റ്റേഷനുകൾ എന്ന് പറഞ്ഞാൽ 40 ദിവസവും ടെംപ്റ്റ് ചെയ്യായിരുന്നു. അതിലെ പ്രധാനമായി 3 കാര്യങ്ങൾ ക്ലൈമാക്സിൽ. ഒന്ന്, കല്ലപ്പമാകുവാൻ കൽപ്പിക്കുക. എന്താ? യൂസ് ദി അനോയിന്റിങ് ഫോർ യുവർ പേഴ്സണൽ പ്രോഫിറ്റ്. കർത്താവ് അതിനെ അതിജീവിക്കുന്നു. 2, അവോയ്ഡ് ദ ക്രോസ്. ഞാന് ഈ മഹത്വം, ഈ രാജ്യങ്ങളുടെ മഹത്വമല്ല, ഐ ഗിവ് ഇറ്റ് ടു യു നൗ. കർത്താവ് അതിനെ അതിജീവിക്കുന്നു. 3, സ്പെക്ടാക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ച് ആളുകളെ ത്രസിപ്പിച്ച് ദൈവവചനം പറഞ്ഞ ആളുകളെ അട്രാക്ട് ചെയ്യാനുള്ള ടെംപ്റ്റേഷൻ. ജീസസ് റിജക്റ്റഡ് ഇറ്റ് ആൻഡ് ഓവർകെയിം. ഇത് നമ്മൾ വളരെ സൂക്ഷ്മമായി ചിന്തിക്കുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. See the sequence, how it is going. എന്നിട്ടാണ് പബ്ലിക് മിനിസ്ട്രിയിലേക്ക്. See, he was faithful to carry the anointing. ആ പേഴ്സണൽ ടെംപ്റ്റേഷനിൽ ഓരോന്നിലും കർത്താവ് അതിജീവിക്കുന്നു. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നിട്ടാണ് ലൂക്കോസ് 4:14 മുതൽ 9:50 വരെ മിനിസ്ട്രി ഇൻ ഗാലിലി. അതാണ് നമ്മൾ ഇനിയും ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അതിനുശേഷം 9:51 മുതൽ 19:27 വരെ ജേർണി ടു ജെറുസലേം. എന്നിട്ട് 19:28 മുതൽ 21:38 വരെ യെരുശലേമിലെ കർത്താവിന്റെ ശുശ്രൂഷ. 22, 23 അധ്യായങ്ങളിൽ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളും ക്രൂശുമരണം. 24 അധ്യായത്തിൽ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. ആ ഔട്ട്ലൈൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതോട് ചേർന്ന് നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. ഇനി നമുക്ക് 4 അധ്യായത്തിന്റെ 14 മുതൽ 9:50 വരെയുള്ള ആ ഒരു സെക്ഷനിലേക്ക് പ്രവേശിക്കാം. 14 വാക്യം ഞാൻ ആദ്യം വായിക്കാം. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു, അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. അപ്പം ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ടാകാതിരിക്കാൻ നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കണം. 4 അധ്യായത്തിന്റെ 13 വാക്യമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പൂർത്തീകരിച്ചത്. ഇപ്പോൾ ഇന്ന് യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി ചെന്നു എന്ന് പറയുമ്പോൾ റൈറ്റ് ആഫ്റ്റർ ദ ടെംപ്റ്റേഷൻ ഹി വെന്റ് ടു ഗാലിലി എന്ന് നമുക്ക് ചിലപ്പോൾ ചിന്ത വരും. നമ്മൾ ഈ 4 ഗോസ്പൽസും കൂടെ ചേർത്ത് പഠിച്ചാൽ അങ്ങനെ അല്ല. 13 വാക്യത്തിനും 14 വാക്യത്തിന് ഇടയ്ക്ക് കുറഞ്ഞത് 1 വർഷമെങ്കിലും ഗ്യാപ്പുണ്ട്. ആ 1 വർഷത്തെ ശുശ്രൂഷ യഹൂദിയയിലെ ശുശ്രൂഷയാണ്. അത് യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായത്തിന്റെ 19 മുതൽ 4:54 വരെയുള്ള വചനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ യഹൂദിയയിലെ ശുശ്രൂഷയുണ്ട്, ഗാലിലയിലെ ഉണ്ട്, എന്നിട്ട് ശമര്യയിലൂടെ കടന്നു പോകുന്ന കാര്യമുണ്ട്. ഇതെല്ലാം അവിടെയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കർത്താവ് ഗാലിലിയിലെ ഒഫീഷ്യൽ മിനിസ്ട്രി, പരസ്യ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരുന്നതായിട്ട് കാണുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവന്റെ ശ്രുതി ദേശത്തെല്ലാം പടർന്നു എന്ന് നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ
അതെങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിക്കും. അതിന്റെ കാരണം 1 year of ministry has already passed. People in and around Galilee know that miraculous signs and wonders have been done through our Lord. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ 14-15 വാക്യത്തിലൂടെ നമ്മൾ പ്രവേശിച്ചു കഴിയുമ്പോൾ, ആ ഡോറിലൂടെ പ്രവേശിക്കുമ്പോൾ സഡൻലി ഒരു വലിയ അത്ഭുതങ്ങളുടെ കാഴ്ചകളുടെ പരമ്പര നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ ഡോറാണ് ഈ 14th and 15th വേഴ്സ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പുതിയ തുടക്കം, ഒരു പുതിയ സെക്ഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അവിടെ യേശു ഗാലിലിയിൽ ശുശ്രൂഷിക്കുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും. ഗാലിലി എന്ന് പറയുന്നത് ദ നോർത്തേൺ പാർട്ട് ഓഫ് ഇസ്രായേൽ. യഹൂദ എന്ന് പറയുന്നത് ദ സദേൺ പാർട്ട് ഓഫ് ഇസ്രായേൽ. നിങ്ങളുടെ ആ വേദപുസ്തകത്തിന്റെ പിൻഭാഗത്തുള്ള മാപ്പിൽ അതൊക്കെ വളരെ ക്ലിയർ ആണ്. ഇനി ആ 14-ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗം, യേശു ആത്മാവിന്റെ ശക്തിയോടെയാണ് ഗലീലയിലേക്ക് റിട്ടേൺ ചെയ്തത്. റിട്ടേൺ ചെയ്യുന്ന പറയുമ്പോൾ ഹി വാസ് ഇൻ ദ ഗാലിലി സ്ഥലങ്ങളിലായിരുന്നു. അവിടുന്ന് ഹി റിട്ടേൺഡ് ഇൻ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, അനോയിന്റഡ്, ടെസ്റ്റഡ് ആൻഡ് ഹി ഓവർകെയിം, റിട്ടേൺഡ് ഇൻ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പൊ ലൂക്കോസ് വളരെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണിത്. ഈ ആത്മപ്രവൃത്തിയെ ലൂക്കോസ് 3:22 നമുക്കത് കാണാൻ കഴിയും. ഇതുപോലെ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മളതൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എന്നൊരു പദപ്രയോഗമാണ്. യോർദാൻ വിട്ട് മടങ്ങി, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ഓക്കെ, the spirit came on him, he was full of the Holy Spirit എന്ന് പറഞ്ഞാൽ saturated, controlled by the Holy Spirit. അതിന്റെ മാർക്കാണ് he is led by the Holy Spirit. ഇതൊക്കെ പഠിക്കുമ്പോൾ ഓർക്കണം, ഈ അനുഭവമാണ് നമുക്കും വേണ്ടത്. ഇതാണ് നമുക്കും വേണ്ടത്. Pray, anointing, fullness of the Holy Spirit എന്ന് പറഞ്ഞാൽ നമ്മളെ നിയന്ത്രിക്കുന്നത് ആത്മാവാകണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആത്മാവ് നമ്മളെ നിയന്ത്രിക്കാൻ നമ്മളെ മുഴുവനുമായി ആത്മാവിനെ വിധേയപ്പെടുത്തി കൊടുക്കണം. എഫേസ്യർ 5:18 ഓർക്കുന്നുണ്ടെങ്കിൽ, ആത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ നിരന്തരം നിറയുക എന്ന ഒരു ലാംഗ്വേജ് ആണ് അവിടെ കാണാൻ കഴിയുന്നത്. ക്രിസ്ത്യൻ ലൈഫ് ആത്മനിയന്ത്രിതമായ ലൈഫാണ്. ക്രിസ്ത്യൻ മിനിസ്ട്രി ഇസ് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, അല്ലാതെ നമ്മുടെ ഹ്യൂമൻ സ്ട്രെങ്തിൽ അല്ല. ഇവിടെ ശ്രദ്ധിക്കണം, ജീസസിന്റെ ഹ്യൂമാനിറ്റിയിൽ, അതും സിൻലെസ് ഹ്യൂമാനിറ്റിയിൽ, ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ് യേശു ജീവിച്ചതും ശുശ്രൂഷിച്ചതും എന്ന് വളരെ വ്യക്തമാണ്. ആൻഡ് ഹി വാസ് ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. എന്നിട്ട് ഇവിടെ എഴുതിയിരിക്കുന്ന 14-ാം വാക്യത്തിൽ യേശു ആത്മാവിന്റെ ശക്തിയോടെ. ആ ശക്തി എന്ന വാക്ക് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വാക്കാണ്, ഡ്യുനാമിസ് എന്നൊരു പ്രയോഗം. വാട്ട് ഡസ് ഇറ്റ് മീൻ? ദൈവത്തിന്റെ സ്ഫോടനാത്മകമായ അമാനുഷിക ശക്തി, എക്സ്പ്ലോസീവ് സ്പിരിച്വൽ പവർ. ഇതാണ് ആത്മാവിനെ പ്രാപിച്ചിട്ടുള്ള നമ്മുടെ മേലും പകരപ്പെട്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് ചിന്ത, ഹോളി സ്പിരിറ്റ് നമ്മളെ വന്നത് ഓക്കെ, കൈയടിച്ചു, പിന്നെ ഒന്ന് ഷെയ്ക്കിംഗ് ഉണ്ടായി, പിന്നെ അതിനെക്കാട്ടിലൊക്കെ അഡ്വാൻസ് സ്റ്റേജ് ആണ് ഞാൻ അന്യഭാഷ പറയുന്നത്. ഇതെല്ലാം കറക്റ്റാണ്. ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടായി എന്ന് വരാം. അന്യഭാഷാ ഭാഷണത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ബട്ട് മൈ ക്വസ്റ്റ്യൻ ഇസ്, വേർ ഇസ് ദ പവർ? ശ്രദ്ധിക്കണം, ലൂക്കോസ് അപ്പോസ്തല പ്രവർത്തികൾ എഴുതുമ്പോൾ ജീസസ് ആക്ട്സ് 1:4-5 വാക്യങ്ങളിൽ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് ഒരു കമാൻഡ്മെന്റ് ആയി പറഞ്ഞിട്ട് റിസൾട്ട് എന്താ? 8-ാം വാക്യം, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദി അനോയിന്റിങ്?
What is the purpose of the Holy Spirit? To give power for missions. ശരിക്കും അപ്പോസ്തല പ്രവൃത്തി 1:8 എന്ന് പറയുന്ന അപ്പോസ്തല പ്രവൃത്തികൾ എന്ന 28 അധ്യായങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഈ ചരിത്ര പുസ്തകത്തിന്റെ താക്കോൽ വാക്യമാണ്. നിങ്ങൾ ആ വാക്യത്തെ നോക്കിക്കേ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, ഓക്കെ, അത് പാർട്ട് 1. എന്ത് സംഭവിക്കും? യെരുശലേം, യഹൂദ എല്ലായിടത്തും, ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാണ്. അപ്പൊ പവർ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. അതാണ് പാർട്ട് 1. ശക്തി കൊണ്ട് എന്താണ്? മിഷൻസ്. യെരുശലേമിലും യഹൂദ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? Power and missions go together. There is no mission without the power of God. ജീസസിന്റെ മാതൃകയിൽ അതാണ്. ആദ്യ നൂറ്റാണ്ടിലെ ദൈവസഭയുടെ മാതൃകയിലും അതാണ്. What has gone wrong today? We have adjusted. There is a lack of power, my dear brothers and sisters. നമ്മൾ പെട്ടെന്ന് എങ്ങനെ പറ എന്തേലും പറയുന്നതാണോ അന്യഭാഷ? ആത്മനിറവിൽ ആത്മപ്രേരിതമായിട്ടല്ലേ അന്യഭാഷയിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്? We don't need to force somebody to start speaking in tongues. See? ഇനി അങ്ങനെ ലഭിച്ചിട്ടുണ്ട്, ഞാനതിൽ വിശ്വസിക്കുന്നു. പക്ഷെ the simple question is, what is the purpose? തീർച്ചയായിട്ടും അന്യഭാഷയിലുള്ളവർ അവർ ദൈവത്തോട് ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അതിന്റെ റിസൾട്ട് എന്താണ്? റിസൾട്ട് ഇതാണ്, അവര് ആത്മീകമായി എഡിഫൈഡ് ആകുന്നു, ആത്മീക വർധനം അവർക്കുണ്ടാകുന്നു. നമ്മൾ എല്ലാവരും ആത്മാവിൽ പാടണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഇത് there is no doubt at all. അത് പ്രത്യക്ഷ അടയാളമെന്നല്ലേ പലരും പറയുന്നത്. അപ്പൊ പ്രത്യക്ഷമായി അടയാളം കിട്ടിയെങ്കിൽ what is my claim? I have received the power of God. I have received the Holy Spirit. The simple question is, where is this explosive power? Is it demonstrated in your personal life, in your ministry? ഇപ്പൊ യേശുവിന്റെ മോഡലിലും അപ്പോസ്തലന്മാരുടെ മോഡലിലും നമ്മൾ കാണുന്ന ഇതാണ്, ജീവിതവും ശുശ്രൂഷയും ആത്മാവിന്റെ ശക്തിയോടെയാണ്. ഇതാണ് കർത്താവ് വെച്ചിരിക്കുന്ന വഴി. ഡോളർ കൊണ്ട് പറ്റത്തില്ല, ഡിനാർ കൊണ്ട് പറ്റത്തില്ല, റുപ്പേ കൊണ്ട് പറ്റത്തില്ല. പവർ ബ്രദർ, പവർ. അയ്യോ, അതെങ്ങനെ കിട്ടും? യേശു എന്താണ് ചെയ്യുന്നത്? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഒന്നാം നൂറ്റാണ്ടിലെ ദൈവസഭ എന്താ ചെയ്തത്? ആക്ട്സ് 1:14 and 15. അവരും മാളിക മുറിയിൽ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നത്? പ്രാർത്ഥിക്കാൻ എനിക്ക് നേരമില്ല, കാരണം പല ഡ്യൂട്ടികളല്ലേ. അപ്പൊ നമുക്ക് ആരെ കൊണ്ടേലും അങ്ങ് കൈവച്ച് പ്രാർത്ഥിച്ച് പെട്ടെന്ന് എങ്ങനെയെങ്കിലും അങ്ങ് അപ്പൊ തെറ്റിദ്ധരിക്കരുത്. കൈവച്ചാൽ ആത്മാവ് വരുമോ? വരും. ശമരിയയിൽ അതല്ലേ നടന്നത്. ആക്ട്സ് 8 അപ്പോസ്തല പ്രവൃത്തി 19 പൗലോസ് ചിലരുടെ മേൽ കരം വെച്ചപ്പോ ആത്മാവ് വന്നല്ലോ. പ്രാർത്ഥിക്കുമ്പോൾ വരും, അഭിഷക്തന്മാർ കൈവച്ചാൽ വരും. കൊർന്നെല്യോസിന്റെ ഭവനത്തിൽ വചനം സംസാരിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ അവരുടെ മേൽ ആത്മാവ് വന്നു. ഓക്കെ, ഐ അഗ്രി. പക്ഷേ പ്രാർത്ഥിക്കാൻ എനിക്ക് സൗകര്യമില്ലാത്തോണ്ട് എവിടെയെങ്കിലും ചെന്നാൽ ഇത് എങ്ങനെയെങ്കിലും ഒപ്പിക്കാം. അപ്പൊ ചിലരുണ്ട്, ആർക്ക് വേണേൽ ആത്മാവിനെ കൊടുക്കാം. അങ്ങനെയല്ല സംവിധാനം. ഈ കൈ വെക്കുമ്പോഴും കൊടുക്കേണ്ടത് കർത്താവാണ്. അത് ആത്മാവിന്റെ നടത്തിപ്പിലാണ് കൈ വെക്കേണ്ടത്. അല്ലാതെ ഞാൻ ചോദിക്കട്ടെ, അല്ലാതെ ഒരാൾക്ക് എല്ലാവരുടെ മേലും കൈവച്ചാൽ കിട്ടുമെങ്കിൽ അവരുടെ പിള്ളേർക്ക് കൊടുക്കത്തില്ലേ? ആദ്യം അവരുടെ വീട്ടിലുള്ളവർക്ക് കൊടുക്കത്തില്ലേ? The Spirit has to lead, and it is our Lord who imparts. Yes, in this case നമ്മൾ പഠിച്ചതുപോലെ
ചിലരുടെ കൈവെപ്പിനാൽ, ആത്മനിയോഗത്തിൽ കൈവെക്കുമ്പോൾ ദൈവമാണത് കൊടുക്കുന്നത്, കർത്താവാണത് ഇമ്പാർട്ട് ചെയ്യുന്നത്. ഹി ഈസ് ദ ബാപ്റ്റൈസർ ഇൻ ദ ഹോളി സ്പിരിറ്റ്. ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവൻ, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും സ്നാനപ്പെടുത്തും. ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ ഇൻട്രൊഡക്ടറി കമൻസ് നമുക്ക് അറിയാവുന്നവരാണ്. അപ്പൊ യേശു ശുശ്രൂഷിച്ചത് ആത്മാവിന്റെ ശക്തിയോടെയാണ്, ഇൻ ഹിസ് ഹ്യൂമാനിറ്റി. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കണം. കാരണം കർത്താവിന്റെ ഹ്യൂമാനിറ്റിയിൽ കർത്താവ് ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 6-7 വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് വോളണ്ടറിയായി സമ്പൂർണമായി പിതാവിന് സറണ്ടർ ചെയ്തു. ഹി വിൽ ഇൻഡിപെൻഡന്റ്ലി നോട്ട് യൂസ് ഹിസ് ഡിവൈൻ പവേഴ്സ്. തന്നെത്താൻ ഒഴിച്ചു. നമ്മൾ ഇതൊക്കെ നേരത്തെ മനസ്സിലാക്കിയതാണ്. ഹി വിൽ ലിവ് ആൻഡ് ഹി വിൽ മിനിസ്റ്റർ ഇൻ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പൊ യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാനായി സമർപ്പിക്കപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ ഇത് മറക്കരുത്. ആത്മസ്നാനം, ആത്മാവിന്റെ അഭിഷേകം, ആത്മനിറവ് എന്നിങ്ങനെയുള്ള പദപ്രയോഗം ഉപയോഗിക്കുമ്പോൾ വ്യക്തിപരമായി നമ്മുടെ ക്രിസ്തീയ ജീവിതം ജീവിക്കുവാനും ദൈവം നമ്മളെ ഏൽപ്പിച്ച, ഓരോരുത്തരെ വ്യത്യസ്തമായ നിലകളിലാണ് ദൈവം ഉപയോഗിക്കുന്നത്, ദൈവം നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷയും വിജയകരമായി പൂർത്തീകരിക്കാൻ ഐ നീഡ് ആബ്സല്യൂട്ട് നെസസിറ്റിയാണ് പരിശുദ്ധാത്മാവിന്റെ ശാക്തീകരണം എന്നത് നമ്മൾ മറന്ന് പോകരുത്. കർത്താവിന്റെ മിനിസ്ട്രി നമ്മൾ ഈ 15-ാം വാക്യം കഴിഞ്ഞ് 16 മുതൽ നമ്മൾ കാണുന്നത് മുഴുവനും ഇൻ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ് അവിടുന്ന് മിനിസ്ട്രി ചെയ്യുന്നത്. വളരെ സൂക്ഷ്മമായിട്ട് ഈ ഭാഗം നമ്മൾ പഠിക്കണം. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ആ ഭാഗത്ത് പറഞ്ഞിട്ട് ഈ വാക്യങ്ങളിലേക്ക്. അപ്പൊ ഈ വാക്യത്തിന്റെ പ്രാരംഭത്തിൽ നമ്മൾ കണ്ടത് യേശു ആത്മാവിന്റെ ശക്തിയോടെ ആണ് ഗലീലയിലേക്ക് അവിടുന്ന് മടങ്ങി വന്നത്. ഈ ശക്തി പ്രകടനങ്ങൾ എവിടെയൊക്കെയാണ് കാണുന്നത്? യേശുവിന്റെ മിനിസ്ട്രിയിലും അപ്പോസ്തലന്മാരുടെ മിനിസ്ട്രിയിലും. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു ഭാഗമുണ്ട്. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അതിന് ശാക്തീകരണം ആവശ്യമാണ് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ഇറ്റ് ഈസ് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ 40 വയസ്സ് പ്രായമുള്ള അമ്മയുടെ ഉദരത്തിൽ വെച്ച്, അതായത് പിറവിയിലെ മുടന്തനായിരിക്കുന്ന ഒരു മനുഷ്യനെ യോഹന്നാനും പത്രോസും കൂടെ അത്ഭുതകരമായി ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനത്താൽ വിടുവിക്കുന്നു. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അവരിൽ വ്യാപരിച്ച ദൈവഗുണം. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഉള്ളത് തരുന്നു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാന്ന് പറഞ്ഞപ്പോൾ 40 വർഷത്തെ ബന്ധനം പൊട്ടിമാറി. മറ്റേ കാര്യം നമ്മൾ മറക്കരുത്. ആളുകളെല്ലാം കൂടെ കൂടി ഇവരെ തുറച്ചു നോക്കാൻ നോക്കിയപ്പോൾ അവൾ പറഞ്ഞത്, ഞങ്ങളുടെ ശക്തി കൊണ്ടുമല്ല ഭക്തി കൊണ്ടുമല്ല, യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് നടന്നത്. അവരിൽ നിന്ന് അറ്റൻഷൻ മാറ്റുക. ഓക്കെ, ഇങ്ങനെ പല സന്ദർഭങ്ങളുണ്ട് where the miracles have happened by the power of the Holy Spirit. No doubt about it. ജീസസിന്റെ മിനിസ്ട്രിയിലും all miracles and casting out demons was by the power of the Holy Spirit. സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ശക്തി അവങ്കൽ നിന്ന് പുറപ്പെട്ടു എന്നുള്ള വാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. രക്തസ്രവക്കാരത്തി സ്ത്രീക്ക് സൗഖ്യം വന്നത് അങ്ങനെയാണ്. അപ്പൊ സൗഖ്യം അങ്ങനെയാണ് കർത്താവിന്റെ മിനിസ്ട്രിയിലും നടന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 5-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം, ഉടനെ യേശു തങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ട് എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞ് എന്റെ വസ്ത്രം തൊട്ടതാർ എന്ന് ചോദിച്ചു. ഓൾ മിറക്കിൾസ് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നമുക്കറിയാവുന്ന മറ്റൊരു വാക്യം കൂടെ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം അതിൻ്റെ 34
8-ാം വാക്യം യേശുക്രിസ്തുവിന്റെ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിലാണ്. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കുകയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ഇതല്ലാതെ വേറെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വാക്യം കൂടെ ഞാൻ ഉദ്ധരിക്കാം. ഞാൻ പരിശുദ്ധാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ ദൈവരാജ്യം വന്നിരിക്കുന്നു. അപ്പൊ all miracles Jesus did in his humanity was by the power of the Holy Spirit. അപ്പൊ മിറക്കിൾസിന്റെ മേഖല ഉണ്ട് എന്നത് ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങളും അത് വിശ്വസിക്കുന്നു. പക്ഷെ നാം പലപ്പോഴും അറിയാതെ നമ്മൾ മാറ്റിവെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. യേശു പിതാവേൽപ്പിച്ച വചനങ്ങൾ യേശു ശുശ്രൂഷിച്ചത് ഉപദേശവും പ്രസംഗവും പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റിലാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ ചിന്തിച്ചല്ലോ, 2-ാം അധ്യായത്തിൽ അതിന്റെ ആദ്യത്തെ 5 വാക്യങ്ങളിലാണ് ഹോളി സ്പിരിറ്റ് അവരുടെ മേൽ വന്ന് അവർ അന്യഭാഷ സംസാരിക്കുന്നത്. പിന്നീട് കൂടി വന്നവര് 2ആയിട്ട് തിരിയുന്നു. 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അവരുടെ നടുവിലാണ് 14 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ പീറ്ററിന്റെ പ്രസംഗം. ഹോളി സ്പിരിറ്റിലായിരുന്നു അത്. വചനം ഹീനോസ്, കാരണം കർത്താവിന്റെ കൂടെ നടന്ന് വചനം പീറ്ററിനറിയാം. അത് പോരാഞ്ഞിട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് 40 ദിവസം പ്രത്യേക സ്റ്റഡി എടുത്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പഴയ നിയമവാക്യങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് പാരമ്പര്യ യഹൂദനോട് നസ്രയനായ യേശു, നിങ്ങൾ റിജക്റ്റ് ചെയ്ത ജീസസ് ആണ് നിങ്ങളുടെ മശിയ എന്ന് തെളിയിക്കുകയാണ്. ആത്മശക്തി വ്യാപരിച്ചപ്പോൾ അവർ ചോദിക്കുക, ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. സീ ദ പവർ ഓഫ് ഗോഡ്. ഇത് പവർ ഓഫ് ഗോഡിലാണ് എന്നത് നാം തിരിച്ചറിയുന്നില്ല പല ആളുകളും. We only think that the power of God is for working miracles. Yes, that part I agree. But what about the preaching? What about the teaching in the ministry of Jesus and in the ministry of the apostles? ഈ പവർ ഓഫ് ഗോഡ് വ്യാപരിച്ചത് കൊണ്ടാണ് ഹൃദയത്തിൽ കുത്തുകൊണ്ടത്. സ്തോത്രം. ഇനി എല്ലാ മിറക്കിൾസും എന്തിനാണ്? ഈ ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ പവർ ഓഫ് ഗോഡ് ഈസ് ഫോർ പീപ്പിൾ ടു റിയലൈസ് ആൻഡ് റെക്കഗ്നൈസ് ദാറ്റ് ജീസസ് ഈസ് ലോർഡ്. ശരിക്കും അത്ഭുതങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് കാണാൻ യോഹന്നാൻ 3-ാം അധ്യായം നോക്കിയാൽ മതി. രാത്രിയിൽ നിക്കോദിമോസ് വന്ന് കർത്താവിനെ ശ്ലാഘിക്കുകയാണ്. അയ്യോ, അവിടുന്ന് ചെയ്യുന്ന ഈ അത്ഭുതങ്ങൾ ദൈവം കൂടെ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് ആള് ദൈവരാജ്യത്തിൽ പ്രവേശിച്ചില്ല. യേശു പറയാണ്, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണത്തില്ല. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ല. I believe Nicodemus was converted. 7-ാം അധ്യായവും 19-ാം അധ്യായത്തിലൊക്കെ ജോൺസ് ഗോസ്പൽ നിക്കോദിമോസിനെ കുറിച്ചുള്ളത് നമ്മൾ പഠിച്ചാൽ ആന്തരിക തെളിവുകൾ തന്നെ തരുന്നത് പോസിബിളി he has been converted. മനസ്സിലാകുന്നുണ്ടോ? നമ്മള് only miracles by the power of the Holy Spirit അല്ല. We must understand മിറക്കിൾസിനെക്കാട്ടിലെല്ലാം വലുത് ഒരു മനുഷ്യൻ പിശാചിന്റെ പൂണിയിൽ നിന്ന് ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ വെളിച്ചത്തിന്റെ രാജ്യത്തിലേക്ക് വരിക. ഇവന്റെ ബന്ധനം, ഇവന്റെ കെട്ട ഒട്ടുന്ന ദൈവവചന ശുശ്രൂഷ ഉണ്ടാകും. ദാറ്റ് ഈസ് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അല്ലെങ്കിൽ എന്റർടൈൻ ചെയ്ത് വിടാം. നല്ല പ്രഭാഷണമാകും, അകത്ത് ഒന്നും സംഭവിക്കത്തില്ല. ഞാനിപ്പോൾ ഒരു മീറ്റിങ്ങിൽ നിന്നാണ് ശരിക്കും കടന്നു വരുന്നത്. എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് കഴിഞ്ഞു, ചില മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ആ മീറ്റിങ്ങില്
ഒരു സഹോദരിയാണ് പ്രസംഗിച്ചത്. ഷീസ് ഫ്രം ഗുജറാത്ത്. ഐ സ്പെഷ്യലി ഇൻവൈറ്റഡ്. വളരെ ശാന്തമായിട്ടാണ് പറഞ്ഞത്. നമ്മൾ ചിന്തിക്കുന്ന ഈ പവർ വരുമ്പം നമ്മൾ ഈ മൈക്കെല്ലാം കൂടെ വലിച്ചു പറിച്ച് അതുവഴി ഇതുവഴിയൊക്കെ ഓടുമ്പോൾ ഇന്ന് വല്ലതും നടക്കും, ഇന്ന് വല്ലതും നടക്കും. അങ്ങനെ എത്രയോ യോഗം കഴിഞ്ഞ് ഒന്നും നടക്കാതെ. ഓക്കെ, അത് ഞാൻ വിമർശിക്കുകയല്ല, അത് ചിലരുടെ ശൈലിയാണ്. ഇവിടെ ഒരു സഹോദരി ശാന്തമായിട്ട് ഇങ്ങനെ സൂമിൽ ഇരുന്നു കൊണ്ട് ശാന്തമായിട്ട് കാര്യം പറയാം. ഐ വിൽ ടെൽ യു, എന്റെ അനുഭവവും എനിക്ക് പിന്നെ ആളുകളിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് the spirit of God was moving. Somebody is sitting in Gujarat and talking about Christian motherhood. അതെങ്ങനെയാണ് ആളുകളിൽ കൺവേർഷൻ വരുന്നത്? സഹോദരിമാരുടെ റിപ്പോർട്ടുകൾ എനിക്ക് കിട്ടി. They were challenged. ഒരാൾ എന്നോട് പറഞ്ഞു അവർ മാനസാന്തരപ്പെട്ടെന്നാണ്. How does that happen? That's the power of God. ഇത് നമ്മൾ പലപ്പോഴും I can preach. എനിക്ക് അതിനൊക്കെ പറയാൻ ബ്രദറെ, അതിനിപ്പോ പ്രത്യേകിച്ച് എന്തുവാ, അത് നമ്മൾ കാണാൻ അങ്ങ് പറഞ്ഞാൽ മതി. എനിക്ക് നല്ല ഫ്ലോ ആണ്. ഫ്ലോ ഉള്ളതുകൊണ്ടൊന്നും ആരുടെ ഉള്ളിൽ മാറത്തില്ല. പിശാചിന്റെ കസ്റ്റഡിയിൽ കിടക്കുന്ന, പാരമ്പര്യ ബന്ധനത്തിൽ കിടക്കുന്ന ആളുകളുടെ ബന്ധനത്തെ അറുത്തു മാറ്റുന്ന, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ള ദൈവത്തിന്റെ വചനം ഒരഭിഷക്തൻ പറയുമ്പോൾ ഇറ്റ് കട്ട്സ് ഇൻടു പീപ്പിൾ. അവർ ചോദിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ, യു ടെൽ us and we want to do it. ജീസസിന്റെ മിനിസ്ട്രി അങ്ങനെയായിരുന്നു. സോ പ്ലീസ്, ഇത്രയും പറഞ്ഞതിന്റെ അർത്ഥം, do not limit the power of God only to the working of miracles. വചന ശുശ്രൂഷയും ആത്മാവിന്റെ ശക്തിയാലാണ് നടക്കേണ്ടത്. ആളുകൾ രക്ഷിക്കപ്പെടേണ്ടത് അങ്ങനെയാണ്. ഇതില്ലാതെ പോയതാണ് നമ്മുടെ ശരിക്കുമുള്ള ദാരിദ്ര്യം. We have compromised. ഇതില്ലെങ്കിൽ ഇപ്പൊ യോഗം നടക്കും ഇല്ലേ? ഫ്ലയറൊക്കെ അടിച്ച് നമുക്ക് ആളുകളെല്ലാം കൂടെ തല്ലി കൂട്ടാം. ഒന്നും നടക്കത്തില്ല. ഇതില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഗാനങ്ങളൊക്കെ ആലപിച്ച് ആളുകളെ എന്റർടൈൻ ചെയ്യുന്നവരെ വേണ്ടത്. ഇതില്ലാത്തത് കൊണ്ടാണ് ചിരിപ്പിക്കുന്ന പ്രഭാഷകരെ നമ്മൾ ഇറക്കുക എന്നല്ലേ പറയുന്നത്. ആ വാക്കാ ഉപയോഗിക്കുന്നത്. ഇൻവേർട്ടഡ് കോമേഴ്സിൽ ഞങ്ങൾ ഇറക്കുക. എന്താണ്? എന്നിട്ട് വല്ലതും നടന്നോ? ഇല്ല. അവർ എന്റർടൈൻഡായി നല്ലപോലെ ചിരിച്ചു. ഒരിക്കലും ഒരാൾ എന്നോട് പറഞ്ഞ, പക്ഷെ നമുക്ക് ആ പുള്ളിയെ ഇറക്കാം. ഞാൻ ചോദിച്ചു, എന്താണ് പുള്ളിയുടെ പ്രത്യേകത? എന്റെ പാസ്റ്ററെ, സമയം പോകുന്ന അറിയത്തില്ല, ചിരിച്ചിരിച്ച് മണ്ണ് കപ്പുക. കേട്ടോ, എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. അല്ല ഞാൻ കേട്ടു പറയല്ല. This is what is going on in Christendom today. ജീസസ് വെച്ചത് എന്താണ്? He returned to Galilee in the power of the Holy Spirit. My dear brothers and sisters, do not take that lightly. അത് വളരെ കാതലായ കാര്യമാണ്. You see it in the history of the church. How the Spirit moved. Acts of the Apostles. ശരിക്കും ചില വേദപണ്ഡിതന്മാർ പറയുന്നത് നമ്മൾ അതിനെ വിളിക്കേണ്ടത് the acts of the Holy Spirit ആണ്. Everything is done by the Holy Spirit. പവർ ഡെമോൺസ്ട്രേഷൻ വേറെ ഞാൻ പറയട്ടെ. യേശുവിന് ഉണ്ടായ അത്രയും പ്രതികൂല സാഹചര്യങ്ങളുണ്ടോ? ഒതുക്കാനും യേശുവിനെ കൊല്ലുവാനും. അടുത്ത സെക്ഷനിലൊക്കെ നമ്മൾ അത് ചിന്തിക്കും. 16 മുതലുള്ള വാക്യങ്ങളിൽ നസറേത്തിൽ യേശു കയറി പ്രസംഗിച്ചു കഴിഞ്ഞ് ആദ്യമൊക്കെ അങ്ങ് സന്തോഷമായി. പിന്നെ കാതല യേശു മർമ്മത്ത് തൊട്ടു. കാര്യം പറഞ്ഞപ്പോ അവരെന്ത് ചെയ്തു? They wanted to kill the preacher. And the power of God is demonstrated. ഇത്ര ശക്തമായ പാരമ്പര്യ യഹൂദന്റെ എതിർപ്പിന്റെ നടുവിൽ how did Jesus minister? He ministered in the power of the Holy Spirit. എന്നിട്ട് പിതാവ് ഏൽപ്പിച്ച ആ ഫൈനൽ ക്ലൈമാക്സ് ഓഫ് ദ മിനിസ്ട്രി ആണ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഓടുന്ന യാഗമായി തീർന്നു. It is in the power of the Holy Spirit. Look at the history of the church. അടി, ഉപദ്രവം, നിന്ന എന്ന് വേണ്ട. രാഷ്ട്രീയ ശക്തികൾ
അന്നത്തെ ആദ്യ നൂറ്റാണ്ടിലെ യെരൂശലേം സഭയ്ക്ക് എതിര് നിൽക്കുകയാണ്. നേതാക്കന്മാരെ കൊന്നു തള്ളുന്നു. ഇതിന്റെ നടുവിൽ എങ്ങനെയാണ് ഈ സഭ മുന്നോട്ട് പോയത്? ബ്രദറൻ, ദാറ്റ്സ് ദ പവർ ഓഫ് ഗോഡ്. വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാവിനെ പ്രാപിച്ച ദൈവമക്കൾ ഇത് മനസ്സിലാക്കണം. എല്ലാ സൈഡുകളിൽ നമ്മൾ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ, വീട്ടിനകത്തുള്ളവർ, വീട്ടിന് പുറത്തുള്ളവർ, രാഷ്ട്രീയ ശക്തികൾ, from all sides when you are cornered, I tell you, if you are anointed, it is by the power of the Holy Spirit. ആന്തരിക ബലമാണ് അടുത്ത ദിവസവും കാലുവെക്കാൻ. ആന്തരിക ബലമാണ്. I will not compromise the word of God. I will preach and teach the word. That's the power inside. That's the power inside. അല്ല മനസ്സും മടുത്തു പോകും പ്രിയരെ. എന്നെ കേൾക്കുന്ന സഭാ പാസ്റ്റർമാരോട് ഞാൻ പറയാം, അകത്തും പുറത്തും നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങൾ അഭിമുഖിച്ചിട്ടില്ലേ? ശരിക്കും അടുത്ത ദിവസം ശുശ്രൂഷിക്കണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോയിട്ടില്ലേ? ചൂരച്ചെടിയുടെ അനുഭവം പോലെ കിടന്നാൽ ഉറങ്ങാൻ കഴിയുമോ? അത്ര സ്ട്രെസ്ഡ് ഔട്ടായി, ടെൻസ്ഡ് ആയിട്ടില്ലേ? ഇതെങ്ങനെയാണ് ഇവൻ അടുത്ത ദിവസം ഈ പുൾപിറ്റിൽ വന്ന് നിന്ന് ശക്തിയോടെ ദൈവവചനം കോംപ്രമൈസ് ചെയ്യാതെ ഇത് പറയുന്നത്? ബ്രദർ, ദാറ്റ്സ് ദ പവർ ഓഫ് ഗോഡ്. ആന്തരിക ബലമാണിത്. ആത്മാവ് പകർന്നതാണ്. പേടിത്തൊണ്ടന്മാരെ ശക്തരായ ശുശ്രൂഷകരായി നിർത്തുന്നത് ഇറ്റ് ഈസ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. 3 വട്ടം ഒരു സെർവന്റ് ഗേളിന്റെ മുൻപിൽ കർത്താവിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞ പീറ്റർ പെന്തക്കോസ്ത് ദിവസം എഴുന്നേറ്റിട്ട് വിരലി കൊണ്ട് പറയാണ്, യു കിൽഡ് യുവർ മസായ. പീറ്റർ, യു ആർ നോട്ട് ഫിയറിംഗ് ദം? പേടിയില്ല പീറ്ററെ? ഇല്ല. The power of God is in operation. The power of God is in operation. സ്തോത്രം. അങ്ങനെയാണ് അവിടെ കൺവേർഷൻസ് നടക്കുന്നത്. So Jesus, in the power of the Holy Spirit, he returned to Galilee എന്ന് പറയുമ്പോൾ, please do not take it lightly. ശുശ്രൂഷയും ജീവിതവും ക്രിസ്ത്യൻ ലൈഫും നടക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ മാനുഷിക ബലത്തിലല്ല. ഒന്ന്, we are full of the Holy Spirit എന്ന് പറഞ്ഞ ആത്മാവിന് സമ്പൂർണ്ണ നിയന്ത്രണം നാമായി വിധേയപ്പെടണം. 2, ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ആത്മാവ് ആഗ്രഹിക്കുന്ന ഇടത്ത് ആത്മാവ് പറയുന്നത് പറയുക. And then he returned in the power of the Holy Spirit. വ്യക്തിപരമായി നമ്മുടെ പ്രൈവറ്റ് ലൈഫിൽ പിശാചിനെ തോൽപ്പിക്കാത്തവന്റെ ശുശ്രൂഷയിൽ no power is going to be revealed. Okay? സ്തോത്രം. And Jesus returned in the power of the Holy Spirit. ഇത് തന്നെയാണ് നമ്മൾ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയിലും ജീവിതത്തിലും നമ്മൾ കാണുന്നത്. ഗലീലയിലേക്ക് മടങ്ങി. ഞാൻ പറഞ്ഞതുപോലെ നോർത്തേൺ റീജിയൻ ആണ് ഇസ്രായേലിലെ. അത് ശരിക്കും ഒരു പ്രവചനത്തിന്റെ നിവൃത്തിയൂടെയാണ്. യെശയ്യാ പ്രവചനം 9:1-2 വാക്യത്തിന്റെ നിവൃത്തിയാണ്. യെശയ്യാ പ്രവചിച്ചതാണ് ഇവിടെ നിവൃത്തിയാകുന്നത്. As I told you, Jesus is led by the Holy Spirit. So he is going to Galilee in fulfillment of the promise. മത്തായിയുടെ സുവിശേഷം 4:12-17 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മാത്യു ആക്ച്വലി യെശയ്യായുടെ പ്രവചനം കോട്ട് ചെയ്യുന്നുണ്ട്. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. ഇവിടെ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ ലൂക്ക് 4 ആദ്യത്തെ 13 വാക്യങ്ങളിൽ യേശുക്രിസ്തുവിന്റെ പിശാചി ടെംപ്റ്റ് ചെയ്തത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു 13-14 വാക്യങ്ങളിൽ അതിനിടയ്ക്ക് കുറഞ്ഞത് 1 വർഷത്തെ ഗ്യാപ്പുണ്ട്. ഇവിടെ നോക്കി, അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു എന്ന് പറഞ്ഞാൽ സ്നാനപ്പെട്ട് കഴിഞ്ഞു, പരീക്ഷ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് ഗലീലയിൽ വന്നപ്പോൾ എല്ലായിടത്തും ശ്രുതിയായി. എങ്ങനായി? അതിന്റെ കാരണം ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു. 1 year അറ്റ്ലീസ്റ്റ് ജുഡിയൻ മിനിസ്ട്രി ഉണ്ടായിരുന്നു. അവിടെ നടന്ന കാര്യങ്ങൾ ഗാലിലിയിലുള്ളവരും കേട്ടിട്ടുണ്ട്. അവിടുന്ന് വചനം പ്രസംഗിച്ചതും പഠിപ്പിച്ചതും രോഗികളെ സൗഖ്യമാക്കിയതും അത്ഭുതത്തെക്കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ശ്രുതി പടരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ഇവിടെ ശ്രദ്ധിക്കണം. ശ്രുതി പടരുക എന്ന് പറഞ്ഞാൽ വാട്ട് ഡസ് ദാറ്റ് മീൻ? അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ ഞാൻ ഒന്ന് നിങ്ങളുടെ മുൻപിൽ ഒന്ന് വായിക്കട്ടെ. ലൂക്കോസ് 4:14 ഇത് വളരെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. ജീസസ് റിട്ടേൺ ടു ഗാലിലി ഇൻ ദ പവർ ഓഫ് ദ സ്പിരിറ്റ് ആൻഡ് ന്യൂസ് അബൌട്ട് ഹിം സ്പ്രെഡ് ത്രൂ ദ ഹോൾ കൺട്രി സൈഡ്. പ്രൈസ് ദ ലോർഡ്. എന്താണ്? ദൈവം എൻ്റെ നാട്ടിൽ തന്നെ എന്നെ മാനിച്ചു. ഓ, നിന്നിച്ച ഇടത്ത് തന്നെ നിന്നെ മാനിച്ചു, നീ വളരെ ഫേമസ് ആയിരിക്കുകയാണ്. ഇതാണ് യേശുവിനെ അനുഗമിക്കുന്ന പലരും ചിന്തിക്കാൻ സാധ്യത. ജീസസ് ഫേമസ് ആയി, ആത്മാവിന്റെ ശക്തിയോടെ പോയി. അപ്പൊ ആത്മശക്തി എനിക്കുണ്ടെങ്കിൽ ഞാനും ഒരു ഹൗസ് ഹോൾഡ് നെയിം ആകും. ഞാൻ ഈ വാക്യത്തെ ഇങ്ങനെ ഒന്ന് ചിന്തിക്കാൻ ഇടയായി തീർന്നപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മോട് പറയാം. ആത്മാവ് നടത്തിയാൽ ജീസസിന്റെ ശ്രുതി നാടെങ്ങും പടരും. ഇന്നും ജീസസിന്റെ ശ്രുതിയാ പടരേണ്ടത്, അല്ലാതെ നമ്മുടേതല്ല. മനസ്സിലാകുന്നുണ്ടോ? തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. ആത്മാവ് വന്നിരിക്കുന്നത് നമ്മളെ ആരെയും ഫേമസ് ആക്കാനല്ല, യേശുവിൻ്റെ നാമമാണ് ഉയരേണ്ടത്. അപ്പൊ ഉടനെ നമുക്കൊരു ബാലൻസ്, ഒരു ചിന്ത. അപ്പൊ എന്നാലും പാസ്റ്ററെ, ഈ ആളുകളെ അറിയപ്പെടത്തില്ലേ? അറിയപ്പെടും. പക്ഷെ അറിയപ്പെട്ടോ മനസ്സിലാക്കണം, കേവലം കഴുതയാന്ന്. കഴുതയുടെ മേൽ ജീസസ് ഉള്ളത് കൊണ്ടാണ് ആളുകളെല്ലാം വസ്ത്രം അങ്ങോട്ട് ഈ റോഡുകളിൽ വിരിക്കുന്നത്. കഴുതയ്ക്കൊരിക്കലും തോന്നരുത്, ഓ അപ്പം ആളുകൾക്കപ്പം എന്നെ തിരിച്ചറിഞ്ഞല്ലേ, യേശു ഇറങ്ങിപ്പോന്ന് അന്ന് കല്ലേറ് കിട്ടും, മറന്നു പോരുത്. ഓൾ ഗ്ലോറി, ഓൾ ഓണർ, all worship only belong to our Lord and Savior Jesus Christ. The Holy Spirit നമ്മളെ ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അടിസ്ഥാനമായിട്ട് ഇത് മറന്നു പോകരുത്. നമ്മളെ ഫേമസ് ആക്കുന്ന ശുശ്രൂഷയല്ല ഹോളി സ്പിരിറ്റ് ചെയ്യുന്നത്. ജീസസ് വിൽ ബി നോൺ. ആത്മരക്ഷ അവനിലൂടെ മാത്രമേ ഉള്ളൂ. ഭൂതം വിട്ടുപോകുന്നത് അവന്റെ നാമത്തിലാണ്. രോഗി സൗഖ്യമാകുന്നത് അവിടുത്തെ നാമത്തിലാണ്. ഇറ്റ് ഈസ് ഓൾ ജീസസ്, 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 ജീസസ്. അല്ലാതെ ശ്രേഷ്ഠദാസനല്ല. ദാസന എന്ന് പറഞ്ഞാൽ എന്തുവാ? അടിമ, യേശുവിന്റെ അടിമ, ഡൂലോസ്. ഇപ്പോ ഇതൊക്കെ പറഞ്ഞേ ഒക്കൂ കേട്ടോ, അതുകൊണ്ട് ഞാനങ്ങ് പറയാ. അഭിഷക്തൻ ഇതാ കയറി വരുന്നു. അപ്പൊ അഭിഷക്തന്റെ ബൈബിള് ചുമക്കാൻ വേറൊരു അഭിഷക്തൻ, എല്ലാം കൂടെ വന്ന് ബ്ലാക്ക് കാറ്റുകളുടെ അകമ്പടിയോടെ ഇത് അഭിഷക്തൻ വരുന്നു. ഇത് ആരെ റെപ്രസെന്റ് ചെയ്യാനാണ് ഈ വരുന്നേ? യു വാച്ച് ദ പീപ്പിൾ വെരി കെയർഫുള്ളി. ദാസൻ എന്നുള്ള മനോഭാവം മാറി എക്സിക്യൂട്ടീവാണ് ഇപ്പൊ തലയ്ക്ക് പിടിച്ചിരിക്കുന്നത്. അഭിഷേകമാണ് വ്യാപരിക്കുന്നതെങ്കിൽ, if it is the Holy Spirit who is moving you, every word, every deed, every thought will honor Jesus Christ and not yourself. സെൽഫിനെ പ്രൊമോട്ട് ചെയ്ത് ഉള്ളതൊന്നും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ദുബായ് വഴി വന്നപ്പോൾ ഭൂതത്തെ പുറത്താക്കി, ഞാൻ അബുദാബി വന്നപ്പോൾ ഞാൻ മരിച്ചവരെഴുന്നേൽക്കും, ഞാൻ അവിടെ ഞാൻ എന്നാ ഇവിടെ വല്ലതും ചെയ് സാറേ. അല്ല, ഇവിടെ ഇല്ല, ഇവിടെ പറ്റത്തില്ല, ഇവിടെ ഇല്ല. ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ, മനസ്സിലായോ? Is the Holy Spirit leading you? സ്തോത്രം. സാന്ദർഭികമായി ദൈവം എവിടെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അങ്ങനെ ചെയ്യുമെന്ന് പറയാൻ ചില ഉദാഹരണങ്ങൾ ഉപയോഗിക്കും.
ടോണും മട്ടും ഭാവവും കാണുമ്പോഴേ നമുക്കറിയാം ഇത് സ്പിരിറ്റിലാണോ അല്ലയോ. ചിലര് പറയുന്ന കേൾക്കുമ്പോൾ നമ്മൾ അന്തരാത്മാവിൽ തന്നെ, വാട്ട് ഈസ് ഹി സേയിങ്, വൈ ഈസ് ഹി സേയിങ്? വരാറില്ലേ? ആത്മ വന്നത് നമ്മളെ ഫേമസ് ആക്കാനല്ല. The Spirit moves among us to glorify Christ. ഞാനിന്ന് പറഞ്ഞല്ലോ, ഒരു പ്രിയപ്പെട്ടവൾ ശുശ്രൂഷിച്ചു. At the end of the meeting, the Spirit moved and Christ was exalted. മിനിസ്ട്രി ചെയ്തയാൾ മറഞ്ഞു. അതല്ലേ ശരിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ വേണ്ടത്. വചനം ശക്തിയോടെ പ്രസംഗിക്കുമ്പോൾ എത്ര പേരാണെന്നറിയാം വചന ശുശ്രൂഷയ്ക്കെതിരെ നിൽക്കുന്നത്. ഞാൻ അതിന് അനുഭവ സാക്ഷിയാണ്. അങ്ങനെയൊന്നും പ്രസംഗിക്കാൻ പാടില്ല. കുത്തിയാണ് പ്രസംഗിക്കുന്നത്. അടുത്ത ഞായറാഴ്ച I will preach the word. How is that? മനുഷ്യനല്ലേ, മടുപ്പ് വരത്തില്ലേ? മനുഷ്യനാ. പക്ഷേ നമ്മളിൽ വ്യാപരിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. മനസ്സ് മടുത്തു പോകാതെ നമ്മെ രക്ഷിച്ച കർത്താവിനെ ഈ എതിരെ നിൽക്കുന്നവനെയും സ്നേഹിച്ചുകൊണ്ട്, ബ്രദർ, ജീസസ് വാണ്ട്സ് ടു ഹെൽപ്പ് യു, വാണ്ട്സ് ടു ഡീൽ വിത്ത് യു. He can save you from your sin. That's the power of God. അപ്പോൾ തന്നെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, power of God. Casting out demons, power of God. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. The news spread widely and he became very famous. ഒരു കാര്യം കൂടെ അവിടെ നിന്ന് പറയാം. നാട്ടിൽ ശ്രുതിയൊക്കെ പടർന്നു. ജീസസ് നെവർ കോംപ്രമൈസ്ഡ് ദ മെസ്സേജ്. എടാ, ഞാൻ ഇത്ര ഫേമസ് ആയി, ഇനിയിപ്പോ അങ്ങനെ നമുക്ക് പറയാനോ? അവസാന ശ്വാസം വരെ the traditional Jews hated Jesus. The Pharisees hated Jesus. എന്താ? പിതാവ് വെച്ച ദൂത്, പിതാവ് തന്നിരിക്കുന്നത്, I will not compromise. അവിടുന്ന് വർക്ക് ചെയ്തത് അവിടുന്ന് ഫേമസ് ആകാനല്ല, to obey the Father's commission. സ്തോത്രം. 15-ാം വാക്യം, അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. കേട്ടോ, മറക്കരുതേ, ഉപദേശിച്ചു. മർക്കോസിന്റെ സുവിശേഷം 1:14-15 അവിടുന്ന് ഗലീലയിൽ പ്രസംഗിച്ചു. മാത്യു 4:23 ഉപദേശിച്ചു, പ്രസംഗിച്ചു, രോഗികളെ സൗഖ്യമാക്കി. മേജർ മിനിസ്ട്രി, he was preaching the gospel of the kingdom. കേട്ടോ, പ്രൈസ്. പ്രസംഗിക്കാനൊന്നും നമുക്ക് അത്ര അഭിഷേകം വേണ്ട. That's a false understanding. The gospel has to be preached in the power of the Holy Spirit. ഞാനതിന്റെ വാക്കുകൾ ഇവിടെ തൽക്കാലം നിർത്തുവാൻ താല്പര്യപ്പെടുകയാണ്. ദൈവഹിതമെങ്കിൽ അടുത്ത ആഴ്ചയിൽ let's go into the synagogue in Nazareth with Jesus and see how they responded to the gospel. കർത്താവ് ഈ വചനങ്ങളാൽ ഏവരെയും അനുഗ്രഹിക്കട്ടെ.